എനിക്ക് തെറ്റുപറ്റി. അമ്മ എന്നോട് പറഞ്ഞത്. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അനാഥർ. പൊട്ടിക്കരഞ്ഞ് ഇന്ദ്രജ. മലയാള സിനിമ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് ഇന്ദ്രജ. ഇന്ദ്രജ ചെയ്ത കഥാപാത്രങ്ങൾ പലതും ശ്രദ്ധിക്കപ്പെട്ടു. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിൽ ഇന്ദ്രജ ചെയ്ത കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. ഉസ്താദ്, FAR, മയിലാട്ടം തുടങ്ങിയ സിനിമകളും എടുത്തു പറയേണ്ടതാണ്. തമിഴ്, തെലുങ്ക് സിനിമാ ലോകത്ത് ഒരു കാലത്ത് തിരക്കേറിയ നടിയായിരുന്നു ഇന്ദ്രജ. 90കളിൽ തിളങ്ങി നിന്ന ഇന്ദ്രജ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതോടെ കരിയറിൽ നിന്നും മാറി നിന്നു. പിന്നീട് തിരിച്ചു വന്നെങ്കിലും പഴയതുപോലെ മികച്ച സിനിമകൾ ഇന്ദ്രജയ്ക്ക് ലഭിച്ചില്ല. ടെലിവിഷൻ ഷോകളിൽ താരം ഇന്നും സാന്നിധ്യം അറിയിക്കുന്നു. ഇന്ദ്രജ ജഡ്ജിയായി എത്തുന്ന തെലുങ്ക് റിയാലിറ്റി ഷോയുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പുതിയ എപ്പിസോഡിൽ വ്യക്തിപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഇന്ദ്രജ പൊട്ടിക്കരഞ്ഞു. മാതൃദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക എപ്പിസോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. മരിച്ചുപോയ തൻ്റെ അമ്മയെക്കുറിച്ച് ഇന്ദ്രജ സംസാരിച്ചു. നമുക്ക് എത്ര ബന്ധങ്ങളുണ്ടെങ്കിലും അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നമ്മൾ അനാഥരാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാതെ വേറെ എന്തു ചെയ്തിട്ടും കാര്യമില്ല. തനിക്ക് ഇതിൽ തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് ഇന്ദ്രജ തുറന്നു പറഞ്ഞു. ഒരു ക്ഷേത്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ അമ്മ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിരുന്നു. എന്നാൽ തനിക്കത് സാധിച്ചു കൊടുക്കുവാൻ പറ്റിയില്ലെന്നും ഇന്ദ്രജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഷോയിലുള്ള മറ്റുള്ളവരും ഇത് കേട്ട് വികാരഭരിതരായി. ഇന്ദ്രജയുടെ വ്യക്തിജീവിതം നേരത്തെ വാർത്തയായിരുന്നു. മുസ്ലിം മതസ്ഥനാണ് ഇന്ദ്രജയുടെ ഭർത്താവ്. ഇരുവരും പ്രണയിച്ചാണ് വിവാഹം ചെയ്തത്. ഇതിനെക്കുറിച്ച് നേരത്തെ നടി തുറന്നു സംസാരിച്ചിട്ടുണ്ട്. 6 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹം ചെയ്തത്. ഞാൻ നടിയായതുകൊണ്ട് ശരിക്കും പ്രണയമായിരിക്കുമോ എന്ന സംശയം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഇത് മാറിയെന്നും ഇന്ദ്രജ വ്യക്തമാക്കി. അദ്ദേഹം പ്രപ്പോസ് ചെയ്തപ്പോൾ 20 ദിവസത്തോളം ഞാൻ ആലോചിക്കാൻ സമയമെടുത്തു. 2 അനിയത്തിമാരാണ് എനിക്ക്. അവർക്ക് ഞാനൊരു മോശം ഉദാഹരണമാകാൻ പാടില്ല. വിവാഹ ജീവിതം പരസ്പരം ഐക്യത്തോട് മുന്നോട്ടു പോകുന്നുണ്ടെന്ന് ഇന്ദ്രജ വ്യക്തമാക്കി. 2 പേരും തങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടാറില്ല.